സങ്കീർത്തനം 121 ബാക്കി പ്രതിഭാക്കുവാൻ നോക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. അടുത്ത രണ്ട് വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല മനോഹരമായ രാവിലെ സമയത്തിനായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. നല്ലൊരു താങ്ക്സ് ഗിവിംഗ് ഒക്കെ ആഘോഷിച്ചിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പരിപാലനത്തെ ഓർത്ത് സങ്കീർത്തനം പറയുന്നത് നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പാടി കാന്തൻ വരാറായി, നമ്മുടെ നാളുകളൊക്കെ വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. കാന്തൻ വരാറായി, വരവേറ്റവും അടുത്തിരിക്കുന്നെന്ന് നമ്മൾ പാടിയപ്പോൾ പാടുകയൊക്കെ ചെയ്തു. എത്ര പേര് അത് ശ്രദ്ധയോടെ പാടിയെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇതൊക്കെ അന്വേഷിക്കേണ്ട സമയമാണിത്. സങ്കീർത്തനം പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തനക്കാരൻ്റെ നോട്ടം പർവ്വതത്തിന് മുകളിലേക്കാണ്, സഹായം വരുന്ന പർവ്വതത്തിന് മുകളിലേക്ക്. ഈ പകൽക്കാലം നമ്മുടെ കണ്ണുകൾ എവിടേക്കാണ് ഉയർത്തിയിരിക്കുന്നത്? ലോകത്തിൽ അനേക സഹായങ്ങൾ വരുന്നുണ്ട്. പല സഹായങ്ങളും വരുന്നത് ഗൂഗിളിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ ഗൂഗിൾ ദേവിക്ക് ഒരു ടെമ്പിൾ അവർ പണിതിരിക്കുകയാണ്. ഗൂഗിൾ ദേവി. ഇൻ തമിഴ്നാട് ദേ ബിൽഡ് എ ടെമ്പിൾ ഫോർ ഗൂഗിൾ ഗോഡസ്. ദേ ആർ ഗോയിങ് ടു ബിൽഡ് എ ടെമ്പിൾ ഫോർ AI ഗോഡ്. എല്ലാം ഇന്ന് വരുന്നത് AI-യിൽ നിന്ന്. എന്ത് റിമൂവ് ചെയ്യണേലും എന്ത് ക്രിയേറ്റ് ചെയ്യണേലും എല്ലാം വരുന്നത് AI-യിൽ നിന്ന്. മോസസ് ചോദിച്ചു, ദൈവമേ നിൻ്റെ പേരെന്തുവാ? ദൈവം പറഞ്ഞു, ഇറ്റ്സ് നോട്ട് AI, ഇറ്റ് ഇസ് I am. I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ദൈവത്തെയാണ് നമ്മൾ ഈ പകൽക്കാലം വിളിച്ച് അപേക്ഷിക്കുന്നത്. ഗൂഗിൾ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയേക്കാം, AI ഒരു പരാജയപ്പെട്ടു പോയേക്കാം, അതിനൊത്തിരി ഡ്രോബാക്സും കുഴപ്പങ്ങളൊക്കെ കണ്ടേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം, അതിന് യാതൊരു കുഴപ്പവുമില്ല. ഈ പകൽക്കാലം നമുക്കെല്ലാം ആശ്രയിക്കാൻ പറ്റുന്നൊരു ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് നാം ഈ പകൽക്കാലം എത്തിയിരിക്കുന്നത്. ഈ ദൈവത്തെ അന്വേഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാ. പലർക്കും ഈ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, ഇതുവരെ അവർക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കെങ്ങനെയോ ദൈവത്തെ അറിയുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിരിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എനിക്ക് സഹായം ഈ പർവ്വതത്തിൽ നിന്ന് വരും. ആ പർവ്വതത്തിലേക്കാണ് ഞാൻ എൻ്റെ കണ്ണുകളെ ഈ പകൽക്കാലം ഉയർത്തുന്നത്. നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ജനമെല്ലാം ടെക്നോളജി എല്ലാം ഭയങ്കര ഹൈ ആയ ഗൂഗിളും AI ഒക്കെ ഇങ്ങനെ ക്രമാതീതമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴും എല്ലാം ജനം ഒരു ഭയത്തിൻ്റെ മുൻപിലാണ്. ലോകത്തിന് എന്ത് സംഭവിക്കും? അവർക്ക് ഈ ഭൂമിയിലെ വാസം പോരാഞ്ഞിട്ട് അവർ അടുത്ത ഗ്രഹങ്ങളിലേക്കൊക്കെ, ഇവിടുത്തെ വെള്ളം തീർന്നാൽ, ഇവിടുത്തെ കറണ്ട് പോയാലെല്ലാം അടുത്ത ഗ്രഹങ്ങളിലേക്ക് അവർ കുടിയേറുവാൻ റെഡിയായിട്ടിരിക്കുക. അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയ ഭയം. കാലം നമ്മളെ ഭരിക്കുന്നത് ഈ ഭയമാണോ? ഒരു വിശ്വാസം നമ്മളെ ഭരിക്കണം, ഫെയ്ത്ത്. ആർക്കെങ്കിലും ഈ വേദോസ്തത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർക്ക് വലിയ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഫെയ്ത്ത് ഇല്ല. സംശയമുണ്ട് ഈ പകൽക്കാലം അതെല്ലാം മാറ്റി, അത് ഡിസ്കഷനിൽ കൂടെ ഒന്നും അല്ല, നമ്മൾ ഒരു വെളിപ്പാടിൽ കൂടെ നമ്മൾ ആ വിശ്വാസം ഏറ്റെടുക്കണം. ഈ പകൽക്കാലം പഴയ നിയമവിശ്വാസികൾക്കൊന്നും ആ ഫെയ്ത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശു അവരുടെ മധ്യത്തിൽ വന്നിട്ടൊന്നും അവർക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ വരവ് അവർക്ക് മിസ്സായിപ്പോയി. They missed the first coming of Jesus. യേശു ദേവാലയത്തിൽ പോയി തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടും അവർ പറയുന്നത്, ഇത് യോസഫിൻ്റെ മകനാണ്, തച്ചൻ്റെ മകനാണ്, ഇവന് ഭ്രാന്ത, ഇവന് ഭൂതങ്ങളെ കൊണ്ട് ഇവൻ പ്രവർത്തിക്കും, ഇവന് ദൈവവും പുത്രനും ദൈവവും ഒന്നുമല്ല, ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ ചില പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് വെളിപ്പെട്ടു. പത്രോസിന് ഇത് വെളിപ്പെട്ടു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെട്ടു. ചുരുക്കം ചിലർക്ക് അങ്ങനെ വെളിപ്പെട്ടുള്ളൂ. കാരണം അവർ സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും ഒന്നും എഴുതിയിരുന്ന തിരുവെഴുത്തുകളെ അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഈ പകൽക്കാലം നമ്മളെ അടിസ്ഥാനം ദൈവവചനമാണ്. പകൽക്കാലം നമ്മൾ ദൈവവചനത്തിൽ വി ഹാവ് ടു ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. അതേ സമയത്ത് വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം.
അല്ലെങ്കിൽ നമുക്ക് ഇത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത വരവും നമുക്ക് മിസ്സായി പോകും. വളരെ ദുഃഖത്തോടെ അത് പറയേണ്ടിയിരിക്കും. അതുകൊണ്ട് ഈ പകൽക്കാലം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യാതൊരു ചർച്ചയും കൂടാതെ, ഡിബേറ്റോ ഡിസ്കഷനോ ഒന്നും കൂടാതെ വിശ്വസിക്കുവാൻ നമുക്കിടയാകണം. ഒരിക്കലും യേശു ദേവാലയത്തിൽ ചെന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കേട്ടോ പ്രാർത്ഥനാലയം എന്നുണ്ടോ, എന്തൊരു മനോഹരമായിട്ട് ഒരു കല്ല് 10 ഫീറ്റൊക്കെ ഉണ്ട്, ഒരു ആനയെ കൊണ്ടാണ് പിടിച്ച് ദേവാലയത്തിൻ്റെ കല്ലുകളൊക്കെ വെച്ചത്, മനുഷ്യർക്കൊന്നും വെക്കാൻ വയ്യാഞ്ഞിട്ടത് 46 വർഷം കൊണ്ടൊക്കെ പണിത ദേവാലയമാണ്. യേശു പറഞ്ഞു, ഇതെല്ലാം ഇടിഞ്ഞു, ഞാൻ ഇടിച്ച് കളയും, ഇടിഞ്ഞു പോവും. യേശു പറയേണ്ടതായിരുന്നു, ഇതെൻ്റെ ആലയമാണ്, ഇത് ഞാൻ സൂക്ഷിക്കും, ഞാൻ ദൂതഗണങ്ങളെ കാവൽ ചെയ്യും, എനിക്ക് ലഗ്യോനെ വേണേ അയക്കാം, ഇതിനെയൊക്കെ സൂക്ഷിക്കാം. പക്ഷേ യേശു പറഞ്ഞു, ദേവാലയം എല്ലാം കഴിഞ്ഞു, ദേവാലയത്തിലെല്ലാം ബിസിനസ്സാണ്, യാഗങ്ങളുടെ ബിസിനസ്. യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യാഗങ്ങളുടെ എല്ലാം ബിസിനസ്സാണ്. ആട്, പശു, കോഴി എല്ലാം വന്ന് ബിസിനസ്സാണ് ദേവാലയത്തിൽ. പ്രാർത്ഥനാലയം ബിസിനസ്സിൻ്റെ ആലയമായി പോയി. ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 23-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ വ്യർത്ഥ സംഗീതത്തെ എല്ലാം ഞാൻ നിർത്തിക്കളയും, അതൊക്കെ യാഗങ്ങൾ അർപ്പിച്ചതും എല്ലാം മതിയെന്ന് എഴുതിയിരിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ, യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം, എന്ത് ഗുണം. അതിൻ്റെ 23-ാമത്തെ വാക്യം പറയും, നിൻ്റെ പാട്ടുകളുടെ സ്വരവും എൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുക, നിൻ്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല. എൻ്റെ മുമ്പിൽ 24-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നു, പല്ലിൻ്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിൻ്റെ കുറവും വരുത്തിയിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. 8-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം പറയുന്നു, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. 9-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ വാക്യം പറയുന്നത്, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. ഈ 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം പറയുന്നത്, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. 11-ൻ്റെ അവസാനവും പറയുന്നത്, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. അവസാനം 12-ാമത്തെ വാക്യത്തിൽ പറയുക, നിൻ്റെ ദൈവമായ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യൻ്റെ നിരൂപണം ഇന്നതെന്ന് ഗ്രഹിക്കുകയും എല്ലാം ചെയ്യുന്ന ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ പകൽക്കാലം ഈ ഒരു മെസ്സേജാണ് നമുക്കുള്ളത്. ദൈവത്തെ ഒരുങ്ങുവാൻ, ഒന്നിൽ നമ്മൾ സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കും, ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് സന്തോഷിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും, വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഈ സഹായം വരുന്ന ഒരു പർവ്വതം നമുക്കറിയാം. ദൈവമായ പർവ്വതങ്ങളെല്ലാം സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതും എല്ലാം ദൈവം. ഒരിക്കൽ മോശയെ കൊണ്ട് സമുദ്രത്തെ നിർമ്മിച്ച ദൈവം പറഞ്ഞു, സമുദ്രത്തിൻ്റെ മുൻപിലോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ ഈ സമുദ്രത്തെ കീറി മുറിച്ച് കടന്നു പോകണമെന്ന് പറഞ്ഞു. വിശ്വാസം, ഇത് മാത്രം മതി, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എന്നാൽ ഒരുപക്ഷെ ദൈവം ഈ മോശയെ കടലിൻ്റെ മണ്ടക്കൂടെ എടുത്തുകൊണ്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, നീ കടലിനെ മുറിച്ച് വിഭാഗിച്ച് കടന്നു പോകണം. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ അറിയാം. നമുക്ക് ദിവസം തോറും നമ്മൾ ഒരു പ്രശ്നം മാറി അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ദൈവമെല്ലാം പറയുന്നത്, നീ പർവ്വതം ചാടിക്കടക്കണം. അപ്പോഴാണ് ദാവീദ് പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെല്ലും, നിന്നെ ഞാൻ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ ചാടിക്കടക്കും. ഇപ്പോൾ പകൽക്കാലം ഇത് പറയുവാൻ നമ്മളെ ഈ ദൈവം യോഗ്യരാക്കും. ദൈവത്തോടൊപ്പം ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ അറിയാം, പലരുടെയും വലിയ താല്പര്യം ആഫ്രിക്കയിലൊക്കെ പോയി സുവിശേഷം അറിയിക്കണമെന്ന്. ശരിക്കും ഇന്ന് നമ്മൾ ആഫ്രിക്കയിൽ പോയി സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ആഫ്രിക്കക്കാർ കഷ്ടമായിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് നമ്മൾ ആരോടും ഇന്ന് സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമില്ല. ആഫ്രിക്കയിൽ കിടക്കുന്ന എഴുതാനും വായിക്കാത്തതും അറിയാത്തതിന് കേരളത്തിലെ ഏറ്റവും കൊച്ചു ഗ്രാമമായ റാന്നി കിടക്കുന്ന ബാങ്കിലെ പൈസ മുഴുവൻ തോണ്ടി എടുത്തുകൊണ്ട് പോകാൻ അവനറിയാം. നമ്മൾ കേട്ടിട്ടില്ലാത്ത പുല്ലാടെന്നൊക്കെ മലയാളികൾക്ക് തന്നെ പറയാൻ പ്രയാസമുള്ളപ്പോൾ ദേശത്തെ ബാങ്കിലെ സകല പൈസ കോടിക്കണക്കിന് രൂപ അവനൊരു തോണ്ടുകൊണ്ട് എടുത്തുകൊണ്ട് പോകാനറിയാം. പക്ഷേ അവന് ദൈവം എന്ന് യേശു എന്ന് പറഞ്ഞാൽ അവന് കേൾക്കത്തില്ല. യേശുവിൻ്റെ രക്ഷിക്കപ്പെടാൻ നമ്മൾ കൈ ഇത്രേ പൊങ്ങത്തുള്ളൂ, ബാക്കി നമ്മൾ പിടിച്ച് പോക്കണം. ടിക്ക് ഫോം അവന് എഴുതാൻ അന്നേരം യേശു എന്ന് പറഞ്ഞാൽ വായിക്കാൻ അറിയത്തില്ല, അന്നേരം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ തോണ്ടി എടുത്തുകൊണ്ട് പോകാൻ ബാക്കി വിദ്യകൾ, ടെക്നിക്കൽ വിദ്യകളെല്ലാം അറിയാം. ദൈവത്തെപ്പറ്റി അറിയുവാൻ അവരുടെ ഹൃദയമെല്ലാം അടഞ്ഞിരിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം ബാക്കി 27-ലൊക്കെ പറയുന്നത്, ഒരു ജാതിയിൽ നിന്ന് ദൈവം അബ്രഹാമിനെ ഉണ്ടാക്കി, അതിൽ നിന്ന് ദൈവത്തെ ഉളവാക്കിയിട്ട് നിങ്ങൾ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് തപ്പി നോക്കി പൈസ എടുത്തുകൊണ്ട് പോകാൻ അറിയാം, പക്ഷെങ്കിൽ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയത്തില്ല.
എന്നിട്ട് നമ്മുടെ ആഗ്രഹം ആഫ്രിക്കയിൽ പോയി സുവിശേഷം അറിയിക്കണമെന്ന്. അവൻ എന്ത് ചെയ്താലും ഈ സുവിശേഷം മനസ്സിലാകത്തില്ല. 24 മണിക്കൂറും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് സുവിശേഷമാണ്. പക്ഷെ അത് അവന് മനസ്സിലാകത്തില്ല. ആൾക്കാർ പോയാലും മനസ്സിലാകത്തില്ല. ഈ ദൈവത്തെ അറിയുവാൻ ഒരു യൂട്യൂബും ഇല്ലാതെ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഈ പകൽക്കാലം നമ്മൾ സന്തോഷിക്കണം. നന്ദിയുള്ളൊരു ഹൃദയം ഈ പകൽക്കാലം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പർവ്വതത്തിൻ്റെ പ്രത്യേകത, ദ ഗ്ലോറി വി ഷുഡ് ആൻറ്റിസിപ്പേറ്റ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് ഈ പർവ്വതത്തിൽ. അതിനാണ് നമ്മൾ പർവ്വതത്തിലേക്ക് നോക്കുന്നത്. പല പ്രാവശ്യം നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു 3 ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ചെറിയൊരു കുന്നിൻ മുകളിലേക്ക് പോയെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ്. അവിടെ ചെന്നപ്പോഴാണ് യേശു ആ രംഗമെല്ലാം അങ്ങ് മാറി. മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതായിട്ട് ശിഷ്യന്മാർക്ക് തോന്നി. മോശ കാണിക്കുന്നത് മോശ മരിച്ച് ദൈവം തന്നെ അടക്കി ഒരു ഗ്രൂപ്പിനെയാണ് മോശ കാണിക്കുന്നത്. എന്നാൽ ഏലിയാവ് കാണിക്കുന്നത് ഏലിയാവ് മരിച്ചില്ല, ജീവനോടെ എടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനെയാണ്. 2 ഗ്രൂപ്പും അവിടെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുവാനിടയായി. ശിഷ്യന്മാർക്ക് തന്നെ അത്ഭുതമായി. ശിഷ്യന്മാർക്ക് തോന്നി എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി. അതുപോലൊക്കെ സന്തോഷകരമായൊരവസ്ഥയിൽ അവരായത്. ഈ പകൽക്കാലം ഈ പർവ്വതത്തിൻ്റെ മണ്ടയ്ക്ക്, പർവ്വതത്തിന് മുകളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. അതുപോലൊക്കെ വി ഷുഡ് ഗ്രീഫ് ദാറ്റ് വി മസ്റ്റ് അലിവിയേറ്റ്. ദൈവത്തിൻ്റെ കഷ്ടത അതും വെളിപ്പെടുന്ന ഒരു സ്ഥലമാണ് പർവ്വതം എന്ന് പറയുന്നത്. അപ്പോൾ പർവ്വതത്തിൽ വേറെയുള്ളത് ദ ഗിഫ്റ്റ്. അവിടെ യേശു വെളിപ്പെടുന്നത്, യേശുവിൻ്റെ മഹത്വം വെളിപ്പെട്ടൊരു സ്ഥലമാണ്. ഗിഫ്റ്റ് വി ഷുഡ് അപ്രോപ്രിയേറ്റ്. ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നുണ്ട്. അതാണ് ഈ പർവ്വതത്തിൻ്റെ പ്രത്യേകത. ഈ രാവിലെ കാലവും നമ്മൾ ഈ പർവ്വതത്തിൻ്റെ ചുവട്ടിലാണ്. വാരിയിൽ ദൈവസാന്നിധ്യമില്ല, മുകളിൽ ദൈവസാന്നിധ്യമുണ്ട്. നമ്മൾ ഈ പർവ്വതത്തെ നമ്മുടെ വിശ്വാസം കൊണ്ട് ഡിസോൾവ് ചെയ്യിക്കണം, ലയിപ്പിച്ച് കളയണം. നമ്മൾ ഈ പർവ്വതത്തിന് മുകളിലെത്തണം. അതിന് യേശു പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പർവ്വതം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ഈ ഒരു വിശ്വാസം, ഈ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യാശ നമുക്കുണ്ടാകാൻ വളരെ സാധ്യത വളരെ കുറവാണ്. ഫെയ്ത്ത് ഈസ് ഫോർ നൗ ആൻഡ് ഹോപ്പ് ഈസ് ഫോർ ലേറ്റർ. വിശ്വാസം ഇന്ന് നമുക്ക് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പ്രത്യാശ നമുക്ക് ഉണ്ടാകുവാൻ കഴിയത്തില്ല. വിശ്വാസം പ്രത്യാശ ഒന്നുമില്ലെങ്കിൽ നമ്മളെ നിരാശരായിപ്പോകും. ഇപ്പം തന്നെ നമ്മൾ നിരാശരായിപ്പോകും. ഇന്നത്തെ ലോക ജീവിതത്തിൽ നമ്മൾ നിരാശരാകും. പിന്നീട് നമ്മൾ മുമ്പേ വായിച്ചതുപോലെ കർത്താവിൻ്റെ വരവ് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമെന്ന് നമ്മുടെ അവസാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഈ പകൽക്കാലം ഈ പർവ്വതത്തിലേക്ക് നോക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. അതിന് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും കഴിയത്തില്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കുവാനും അത് ഇടവിടാതെ ധ്യാനിക്കുവാനും നമ്മൾ ഇടയായിത്തീരണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി പറയുന്നത്, യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. 91-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രത്തെയും രാത്രിയിലെ ഭയത്തെയും എനിക്ക് ഭയപ്പെടാനില്ല. ഈ ദൈവം നമ്മളെ പരിപാലിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചു, എന്നെ അതൊക്കെ മൂവ് ചെയ്തു. നമ്മുടെ സണ്ണി പാസ്റ്റർ പറഞ്ഞത്, യോബിൻ്റെ വേലിയെ ദൈവം അഴിച്ചു മാറ്റി. നമ്മളൊന്നും അറിയാതെ, നമ്മൾ വലിയ പ്രാർത്ഥിക്കുകയും ഒന്നുമില്ലാതെ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിന്ന് ഈ പകൽക്കാലം ഇവിടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ദൈവം നമ്മുടെ വേലി എടുത്ത് മാറ്റാൻ അനുവദിച്ചാൽ ആർക്കും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹൂസ്റ്റണിൽ പോയപ്പം ഞങ്ങളുടെ കൂട്ടുകാർക്കൊരു ഫാമുണ്ട്. അപ്പോൾ ഒരു ആട് ചത്തുപോയി, അവിടെ കിടപ്പുണ്ടായിരുന്നു. അവർ കണ്ടില്ല. 2 ദിവസം എന്നോട് പറഞ്ഞു, ചേട്ടാ കാണുന്നില്ല ആടിനെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പം 2 ദിവസം കൊണ്ട് ആട് ചത്തു. ഞങ്ങൾ നോക്കിയപ്പോൾ അതിൻ്റെ പകുതി ഭാഗങ്ങൾ പുഴു എടുത്തുകൊണ്ട് പോയി. ഒരു ദിവസമോ അങ്ങോട്ട് ആയിട്ടുള്ളൂ മരിച്ചിട്ട്. അതിൻ്റെ മുഖമെല്ലാം എടുത്തുകൊണ്ട് പോയി. എന്തോ ഇത് കാണിക്കുന്നതെന്ന് അറിയാമോ? ഈ ലോകത്തിൽ നമ്മളെ ഇങ്ങനെ കാർന്ന് തിന്നാൻ അനേക ശക്തികൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇന്ന് നമുക്ക് ജീവൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിതൊന്നും തിന്നാതെ ദഹിപ്പിക്കാതിരിക്കുന്നത്. നമ്മുടെ ജീവൻ നമ്മളിൽ നിന്ന് പോയാൽ ആ നിമിഷം ഈ നമ്മൾ കണ്ണിൽ കാണാൻ കഴിയാത്ത ഈ ജീവികളെല്ലാം നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. നിമിഷ നേരം കൊണ്ട് നമ്മൾ ഇല്ലാതായി പോകും. ഈ ദൈവമാണ് നമ്മളെ ഇതിൽ നിന്നെല്ലാം സൂക്ഷിക്കുന്നത്. യേശു വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനാണ്. ഈ പകൽക്കാലം നമ്മൾ ആ ജീവൻ പ്രാപിക്കുവാനിടയാകും. ദൈവവചനം നമ്മളെ ഈ പകൽക്കാലം ജീവിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ അരമണിക്കൂർ കൊണ്ട് ദൈവവചനം മുഴുവൻ പറയുവാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇത് സമയമെടുത്ത് വായിച്ച് ധ്യാനിച്ച് നമ്മൾ ജീവൻ പ്രാപിപ്പാനിടയാകണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി എൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും.
ദൈവം നമ്മുടെ സകല കാര്യങ്ങളെയും പരിപാലിക്കും. അബ്രഹാമിനെ ദൈവം അങ്ങനെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തെന്ന് നമ്മൾ വായിക്കുന്നത്. അബ്രഹാമിൽ കൂടി ആ അനുഗ്രഹം നമ്മളിലേക്കും വന്നിരിക്കുകയും ഈ പകൽക്കാലം. ഇതൊന്ന് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുമോ ഈ പകൽക്കാലം? നമ്മൾ അകത്ത് വരുമ്പോഴും ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലൊക്കെ 28-ൻ്റെ 6-ലൊക്കെ നമ്മൾ വായിക്കുന്നത്, നീ അകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോഴും എല്ലാം നീ അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു പ്രോമിസ് ഇന്ന് നമ്മുടെ മേലുണ്ട്. ഇപ്പോൾ അവിടെ വരുമ്പോൾ ആവർത്തന പുസ്തകം 28-ൻ്റെ 23-ലും ലേവ്യ പുസ്തകം 26-ൻ്റെ 19-ലും നമ്മൾ വായിക്കുന്നത്, ദൈവം പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ അനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹമായിരിക്കും. ഇല്ലെങ്കിൽ അവൻ മേളിലുള്ള ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പിനെ പോലെ ആക്കി കളയുമെന്നാണ് പറയുന്നത്. ഇന്നുള്ള ആൾക്കാർ പലതും ആശ്രയിക്കുന്നത് കോമൺ ഗ്രേസിനെയാണ്. പകൽ സൂര്യൻ ഉദിക്കുന്നു, മഴ പെയ്യുന്നു, ആഹാരങ്ങൾ ഉണ്ടാകുന്നതെല്ലാം നമ്മളെ കോമൺ ഗ്രേസിനെ വെച്ചിട്ട് ഇതൊന്നും ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനുഷ്യനെ ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം പറയുന്നത്, ഞാൻ ഒരു ദിവസം ഇത് അടച്ചു കളയും. ഇപ്പം നമ്മുടെ ചുറ്റുപാടെല്ലാം നോക്കിയാൽ ദൈവം ഇങ്ങനെ ചെറുകെ അടച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണെന്ന് ഈ വർഷമാണെന്ന് കെർവിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായത് നാം വായിച്ചു. അന്നേരം അവർ പറഞ്ഞു, ഭൂമിയൊന്നും ഇനി സ്പോഞ്ച് പോണക്കല്ല, എല്ലാം കട്ടിയായി, വെള്ളമൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല ഭൂമി. അവർ പറയുന്നത് വെതർ വിക്കഡ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഈ ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയുവാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തെയൊക്കെ അവർ നിസ്സാരമാക്കി കളയും. ദൈവത്തെയൊക്കെ നിസ്സാരമാക്കി സ്വന്തം ശക്തികളിലൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. ഇതിൻ്റെ ഒരു തിരക്ക്, ഇതിൻ്റെ ഒരു തള്ളലൊക്കെ നമ്മുടെ മേലും ഈ ഉണ്ടാകും. പക്ഷേ നമ്മളെ ഈ ദൈവവചനം ദൈവത്തിലേക്ക് തിരിയുവാൻ നമ്മളെ സഹായിക്കും. ഈ ദൈവവചനത്തിൽ ഉറയാം. ദൈവം നമ്മളെ പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വെച്ചിട്ടുണ്ട്.